നമ്മളിവിടെ പറഞ്ഞു പല സംസ്ഥാനങ്ങളും സ്വയം ഭരണാധികാരത്തിനുള്ള ആവശ്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിയെന്ന്. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തം ഭരിക്കാനുള്ള ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അതിനുവേണ്ടി അവർ ശ്രമിച്ചു എന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഈ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട സ്വയം ഭരണാധികാരത്തിനുള്ള ആവശ്യത്തിൽ ഉൾപ്പെട്ടത്? ഒന്ന്, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരത്തിനുള്ള ആവശ്യം അവർ ചോദിച്ചു. 2, സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായ വരുമാന സ്രോതസ്സും വിഭവങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ആവശ്യവും. പിന്നെ 3, സംസ്ഥാനം ഭരണം കേന്ദ്രത്തിൻ്റെ അനാവശ്യമായ നിയന്ത്രണത്തിൽ നിന്ന് വിമുക്തമാക്കാൻ. അതായത് സംസ്ഥാനത്തിൻ്റെ ഭരണം കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം അനാവശ്യമായിട്ട് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്ന ആ ഒരു രീതിയില്ല, അതില്ലാതാക്കണം. സാംസ്കാരികവും ഭാഷാപരവും ആവശ്യം. ഇതൊക്കെയായിരുന്നു ഓരോ സംസ്ഥാനങ്ങളും എന്ത് ചെയ്തത്, അവരുടെ സ്വയംഭരണ അവകാശത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പം പറഞ്ഞത്. ഇനി ഇതിൽ ഗവർണറുടെ പങ്കും പ്രസിഡന്റ് ഭരണവും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ പ്രവർത്തിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലുള്ള ഗവർണർ ആരുടെ പ്രതിനിധിയാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഗവർണറുടെ നിയമനവുമായും അവർ എടുക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത് വ്യത്യസ്ത പാർട്ടികളാണെങ്കിൽ ഈ തർക്കങ്ങൾക്ക് എന്ത് ചെയ്യും? മൂർച്ച കൂട്ടും. ഇപ്പോൾ കേന്ദ്രം BJP ആണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്, പക്ഷെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളായതിനാൽ മിക്കപ്പോഴും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്ത് വരിക? ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കൂടും. ഭരണഘടനയുടെ 356 വകുപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തും പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താമെന്നാണ് ഭരണഘടനയിലെ 356 വകുപ്പ് പറയുന്നത്. ഭരണഘടനയിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഗവർണർക്ക് രാഷ്ട്രപതിയോട് സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള നിർദ്ദേശം സമർപ്പിക്കാം. ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിന് ആ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയാൽ സംസ്ഥാന ഭരണം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കും. തുടർന്ന് സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിളംബരവും വരും. പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പ്രസിഡന്റ് ഭരണം സംസ്ഥാനത്ത് 3 വർഷം വരെ നീട്ടാവുന്നതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനും നിയമസഭയെ സസ്പെൻഡ് ചെയ്യുവാനോ പിരിച്ചുവിടാനുള്ള ഗവർണറുടെ ശുപാർശ പലപ്പോഴും കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ കാരണമാവാറുണ്ട്. കാരണം എന്ന് പറയുന്നത് നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള സർക്കാരിനെ പിരിച്ചുവിട്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ പലപ്പോഴും ആവശ്യപ്പെടാറുള്ള മറ്റൊരു കാര്യമാണ് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള ആവശ്യം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് ഇന്ത്യയിൽ മുറവിളി ഉയർന്നപ്പോൾ 1954 കേന്ദ്ര ഗവൺമെൻറ് ജസ്റ്റിസ് ഫാസൽ അലി അധ്യക്ഷനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത്. സംസ്ഥാന പുനഃസംഘടന എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക, അതിനുള്ള കമ്മീഷൻ. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം 1956 കേന്ദ്ര സംസ്ഥാന പുനഃസംഘടനാ നിയമം നടപ്പിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1956 14 സംസ്ഥാനങ്ങളാണ് ഉണ്ടായത്. എന്നാൽ പുനഃസംഘടനാ പ്രശ്നം ഇന്നും ഇന്ത്യൻ ഫെഡറലിസത്തിൽ നിലനിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. 1960 ഗുജറാത്തും മഹാരാഷ്ട്രയും രൂപീകരിക്കപ്പെട്ടു. 1966 പഞ്ചാബിനെയും ഹരിയാനയും വേർപ്പെടുത്തി 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളാക്കി. 70-കൾക്ക് ശേഷം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായി ഹിമാചൽ പ്രദേശ്, മേഘാലയ, ത്രിപുര, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. 90 ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ വിഭജിച്ച് ജാർഖണ്ഡ്, ഉത്തരാഞ്ചൽ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ വന്നു. 2014 തെലങ്കാന വന്നു. ഇന്നും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ആളുകൾ മുറവിളി ഉയരുന്നതായി കാണാം. മഹാരാഷ്ട്രയിലെ വിദർഭ, ഉത്തർപ്രദേശിലെ ആന്ധ്രാപ്രദേശ് തുടങ്ങിയൊക്കെ ഇതിനുദാഹരണമാണ്. അപ്പം പുതിയ സംസ്ഥാനങ്ങൾക്കുള്ള ആവശ്യവും പലപ്പോഴും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ കാരണമാവാറുണ്ട്. ഇനി അന്തർ സംസ്ഥാന തർക്കങ്ങൾ. ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പോലെ തന്നെയാണ് സംസ്ഥാനങ്ങൾ തമ്മിലും സംഘർഷം ഉണ്ടാവാറുണ്ട്. അതായത് ഒരു സംസ്ഥാനം തമ്മിലുള്ള സംഘർഷം. കേരളം തമിഴ്നാട് തമ്മിലുള്ള മുല്ലപ്പെരിയാർ പ്രശ്നം ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്കിടയിൽ അതിർത്തി തർക്കം ഇപ്പോഴുമുണ്ട്. ഉദാഹരണത്തിന് ബൽഗാം നഗരത്തെ ചൊല്ലി മഹാരാഷ്ട്രയും കർണാടകയും തമ്മിൽ അതിർത്തി തർക്കം ദീർഘകാലമായി നിൽക്കുന്നു. അതുപോലെ മണിപ്പൂരും നാഗാലാൻഡും തമ്മിൽ അതിർത്തി തർക്കമുണ്ട്. ഹരിയാനയും പഞ്ചാബും തമ്മിൽ ഛത്തീസ്ഗഡിനെ ചൊല്ലി തർക്കമുണ്ട്. കേരളവും തമിഴ്നാടും തമ്മിൽ നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ നദീജല തർക്കവും കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള കാവേരി നദീജല തർക്കവും നർമ്മദയിലെ ജലം പങ്കിടുന്നതിനെ ചൊല്ലി ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും ഉദാഹരണമാണ്. ഇതാണ് അന്തർ സംസ്ഥാന തർക്കങ്ങൾ. ഇതൊക്കെ ഫെഡറലിസത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ.